ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്നും കൺവേർഷൻ മെത്തേഡിൽ എങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാമെന്ന് നോക്കാം. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആയതുകൊണ്ട് തന്നെ പല വിവരങ്ങളും രേഖകളിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് അത്തരം ഇൻഫോർമേഷൻസ്, രേഖകളിൽ ഇല്ലാത്ത ഇൻഫോർമേഷൻസ്, അതായത് മിസ്സിംഗ് ഇൻഫോർമേഷൻസ് കണ്ടുപിടിച്ച ശേഷം വേണം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കാനായിട്ട്. അപ്പം ഇത്തരത്തിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസിലെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഇനങ്ങളും അവ കണ്ടെത്താൻ സഹായിക്കുന്ന സോഴ്സസും ഏതൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്ലോസിംഗ് അസറ്റ്സ് അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ക്ലോസിംഗ് ലിസ്റ്റിൽ നിന്ന്, അതായത് വർഷ അവസാനത്തെ ക്ലോസിംഗ് ലിസ്റ്റിൽ നിന്നും ക്ലോസിംഗ് അസറ്റ്സും ക്ലോസിംഗ് ലയബിലിറ്റീസും നമുക്ക് ലഭ്യമാകും. ക്ലോസിംഗ് സ്റ്റോക്ക് ഒഴികെ. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ലാസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ടായിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ ക്ലോസിംഗ് ലിസ്റ്റിൽ നിന്നും ക്ലോസിംഗ് അസറ്റ്സും ക്ലോസിംഗ് ലയബിലിറ്റീസും ലഭ്യമാകും. പിന്നെ ഓപ്പണിംഗ് അസറ്റ്സും ഇൻക്ലൂഡിംഗ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ലയബിലിറ്റീസ്, ആ ഒരു വർഷ ആരംഭത്തിലുള്ള അസറ്റ്സും ലയബിലിറ്റീസും എവിടെ നിന്ന് കിട്ടും? വർഷ ആരംഭ പട്ടികയിൽ നിന്നും ലഭിക്കും. പിന്നെ പർച്ചേസസ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് പർച്ചേസും വേണം, ക്യാഷ് പർച്ചേസും വേണം. അതിൽ ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ എവിടെ നിന്ന് കണ്ടെത്താം? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കിയാൽ അതിൽ നിന്ന് ക്രെഡിറ്റ് പർച്ചേസിന്റെ എമൗണ്ട് കണ്ടെത്താം. പിന്നെ ക്യാഷ് പർച്ചേസിന്റെ എമൗണ്ട് സമ്മറി ഓഫ് ക്യാഷിൽ നിന്ന് കിട്ടും. അതായത് ആ വർഷത്തെ ക്യാഷ് ട്രാൻസാക്ഷൻസിന്റെ എല്ലാം ഒരു സംഗ്രഹം, ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പോലെ റെസീപ്റ്റ്സ് എല്ലാം ഡെബിറ്റ് സൈഡിലും പേയ്മെന്റ്സ് എല്ലാം ക്രെഡിറ്റ് സൈഡിലുമായിട്ട് തന്നിട്ടുണ്ടാവും. അപ്പൊ അത് നോക്കിയെന്നാൽ നമുക്ക് ക്യാഷ് പർച്ചേസിന്റെ എമൗണ്ട് കിട്ടും. അതാണ് സമ്മറി ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്. പിന്നെ സെയിൽസും ക്രെഡിറ്റ് സെയിലും വേണം, ക്യാഷ് സെയിലും വേണം. അതിൽ ക്രെഡിറ്റ് സെയിലിന്റെ എമൗണ്ട് നമുക്ക് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കിയെന്നാൽ കിട്ടും. അപ്പോൾ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കാനുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് അതിൽ ലഭ്യമായിരിക്കും. പിന്നെ ക്യാഷ് സെയിലോ സമ്മറി ഓഫ് ക്യാഷിൽ നിന്ന് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് നോക്കിയെന്നാൽ നമുക്ക് ക്യാഷ് സെയിൽസിന്റെ എമൗണ്ട് കിട്ടും. ഇനി ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താനാ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കിയാൽ മതി. ഓപ്പണിംഗിലുള്ള അസറ്റ്സും ലയബിലിറ്റീസും വെച്ചിട്ട് ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കിയാൽ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താം. എക്സ്പെൻസസ് ആൻഡ് റവന്യൂസും നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസസും അതുപോലെ റവന്യൂസും ഒക്കെ കാണിക്കേണ്ടതുണ്ട്. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ സമ്മറി ഓഫ് ക്യാഷ് അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് അക്കൗണ്ട് നോക്കിയാൽ മതി. അതുകൂടാതെ മറ്റ് അനുബന്ധ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ എക്സ്പെൻസസിന്റെയും റവന്യൂസിന്റെയും ഇൻഫോർമേഷൻ നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ലോസസ് ആൻഡ് ഗെയിൻസ് നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഫ്രം ഓൾ ദി അക്കൗണ്ട്സ് ആൻഡ് സ്കാറ്റേർഡ് ഇൻഫോർമേഷൻസ്, അതായത് എല്ലാ അക്കൗണ്ടുകളിൽ നിന്നും മറ്റുള്ള ഇൻഫോർമേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ലോസസ് ആൻഡ് ഗെയിൻസ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ബിൽസ് റിസീവ്ഡ്, അതായത് നമുക്ക് കിട്ടിയ വിനിമയ ബില്ലിന്റെ തുക എത്രയാണെന്ന് അറിയണം. ആ വർഷം ടോട്ടൽ എത്ര രൂപയുടെ ബിൽസ് റിസീവബിൾ കിട്ടിയിട്ടുണ്ട്. എന്ത് അക്കൗണ്ട് തയ്യാറാക്കിയാൽ മതി? ടോട്ടൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് തയ്യാറാക്കിയാൽ അത് ലഭ്യമാകും. അതുപോലെ ബിൽസ് പേയബിൾസ് അക്സെപ്റ്റഡ്, നമ്മൾ നൽകിയ വിനിമയ ബില്ലിന്റെ തുക വേണം. അതായത് എത്ര രൂപയുടെ ബിൽസ് പേയബിൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് കിട്ടും? ടോട്ടൽ ബിൽസ് പേയബിൾ അക്കൗണ്ട് തയ്യാറാക്കിയാൽ അതിൽ നിന്ന് ലഭ്യമാകും. പിന്നെ ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ്, അതായത് ഒരു വർഷത്തിന്റെ അവസാനം നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ്, ബാങ്കിൽ എത്ര തുക നീക്കിയിരിപ്പുണ്ട്, ഇതൊക്കെ അറിയണം. എന്ത് നോക്കിയാൽ മതി? നമ്മുടെ സമ്മറി ഓഫ് ക്യാഷ് അല്ലെ, അതിന്റെ ക്ലോസിംഗ് ബാലൻസ് നോക്കിയെന്നാൽ നമുക്ക് ക്യാഷ് ഓർ ബാങ്ക് ബാലൻസും ലഭ്യമാകും. ഈ ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് മിസ്സിംഗ് ആണെങ്കിൽ ഈ സോഴ്സിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഇനി ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ SCERT ടെക്സ്റ്റിലെ പേജ് നമ്പർ 452 ഇല്ലസ്ട്രേഷൻ 5 ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മിസ്റ്റർ ഓം പ്രകാശ് ഡിഡ് നോട്ട് കീപ് ഹിസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം. ഓം പ്രകാശ് തന്റെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിലായിരുന്നില്ല കീപ്പ് ചെയ്തിരുന്നത്. ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ അവൈലബിൾ ഫ്രം ഹിസ് റെക്കോർഡ്സ് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിംഗ് ഓൺ March 31st, 2010 and a balance sheet as at that date, depreciating washing equipments at the rate 10%. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആണിത്. അതിൽ നിന്ന് ഒരു
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ വാഷിംഗ് എക്യുപ്മെൻറ്റിന് 10% ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സമ്മറി ഓഫ് ക്യാഷ് തന്നിട്ടുണ്ട്. സമ്മറി ഓഫ് ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ആ വർഷത്തെ ക്യാഷ് ട്രാൻസാക്ഷൻസ് എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് അല്ലേ, അതിൻ്റെ ഒരു ചുരുക്കമാണ്. അതായത് ക്യാഷ് റെസീപ്റ്റ്സ് എല്ലാം ഡെബിറ്റ് സൈഡിലും പേയ്മെൻറ്റ്സ് എല്ലാം ക്രെഡിറ്റ് സൈഡിലുമായിട്ട് അത് തന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഓപ്പണിങ്ങിലെയും ക്ലോസിങ്ങിലെയും ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയൊക്കെ ഒരു ലിസ്റ്റും കൂടി തന്നിട്ടുണ്ട്. നോക്കിക്കേ, മാർച്ച് 31, 2010 അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പണിങ്ങിലാണ് അല്ലേ. അതുപോലെ മാർച്ച് 31, 2011 ഇത് ക്ലോസിംഗ് ഡേറ്റിലെ ഇൻഫർമേഷൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. എല്ലാ ഐറ്റംസും നമുക്ക് ആദ്യം ഒന്ന് വായിച്ചിട്ട് മനസ്സിലാക്കണം. അപ്പം നമുക്ക് എന്തൊക്കെയാണ് മിസ്സിംഗ് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഇപ്പം നോക്കിക്കേ, സമ്മറി ഓഫ് ക്യാഷിൽ ഓപ്പണിംഗ് ബാലൻസ്, അതായത് ആ വർഷം ആരംഭത്തിൽ മിച്ചം നീക്കിയിരിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ 8000 ആണ്. ആ വർഷത്തെ ക്യാഷ് സെയിൽസ് ഉണ്ടോ, ക്യാഷ് സെയിൽ നമുക്ക് ആവശ്യമാണ്. എവിടെയാ നമുക്ക് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ, ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ സെയിൽസിൻ്റെ അകത്ത് ക്യാഷ് സെയിൽ പ്ലസ് ക്രെഡിറ്റ് സെയിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ക്യാഷ് സെയിൽ 40,000 എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതേണ്ടതാണ്. റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ 30,000 രൂപ കിട്ടി. അതായത് നമുക്കിവിടെ ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് എന്തും ചെയ്യണം? ഒരു ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റമാണ്. ക്യാഷ് കിട്ടി എന്ന് പറയുമ്പോൾ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് അവിടെ കുറയുന്നു. അതുകൊണ്ട് നമ്മൾ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ അതെന്ത് ചെയ്യേണ്ട ഐറ്റമാണ്? ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. പിന്നെ ക്യാഷ് പർച്ചേസ് ഉണ്ട്. അപ്പോൾ ക്യാഷ് പർച്ചേസും ആവശ്യമുണ്ട്. എന്തിനാ? ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസിൻ്റെ എമൗണ്ടിൽ ക്യാഷ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് ആണ് എഴുതുന്നത്. അപ്പോൾ അത് അവിടെ എഴുതണം. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിന് 20,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യേണ്ടതാണ്? നമുക്ക് ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ടും കണ്ടുപിടിക്കണം അല്ലേ. അപ്പം ക്രെഡിറ്റേഴ്സിന് കൊടുത്തിരിക്കുന്ന എമൗണ്ട്, അതായത് അത്രയും ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റമാണ്. സൺട്രി എക്സ്പെൻസ് നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതേണ്ടതാണ് ഡെബിറ്റ് സൈഡിൽ. കാർട്ടേജ് അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതേണ്ടതാണ് ഡെബിറ്റ് സൈഡിൽ. ഡ്രോയിങ്സ് പറഞ്ഞാൽ ആ വർഷം ഓണർ പേഴ്സണൽ ആവശ്യത്തിന് വിഡ്രോ ചെയ്തതാണ്. അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. നെക്സ്റ്റ് ബാലൻസ് CD, ബാലൻസ് ക്യാരി ഡൗൺ, അതായത് ആ വർഷം അവസാനം നീക്കിയിരിക്കുന്ന തുകയാണ് 28,000. അതെന്ന് പറയുന്നത് എന്താണ്? ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആണ്. അതായത് ആ വർഷം അവസാനം 28,000 രൂപ ക്യാഷ് മിച്ചമിരിപ്പുണ്ടെന്നാണ്. അപ്പം ഈ തന്നിരിക്കുന്ന ഇത് എവിടെ എഴുതേണ്ടതാണ്? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ. ഈ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് വന്ന് എവിടെ പോകേണ്ടതാണ്? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് വരേണ്ടതാണ് കേട്ടോ. മറന്നു പോകരുത്, ഇതെടുക്കാൻ മറന്നു പോകരുത്. ഇത് നമ്മുടെ കയ്യിൽ മിച്ചം നീക്കിയിരിക്കുന്ന ക്യാഷാണ്. പിന്നെ അതുപോലെ ഇവിടെ ഓപ്പണിങ്ങിൽ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. നമുക്കറിയാം ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതേണ്ടതുണ്ട്. ഡെറ്റേഴ്സ് ആണ്, അസറ്റ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് എവിടെയാണ് വരികയുള്ളൂ? ഡെബിറ്റ് സൈഡിലാണ് വരികയുള്ളൂ. അതുപോലെ ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട് ഡെറ്റേഴ്സിൻ്റെ. അപ്പോൾ അത് നമ്മൾ എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. പിന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് അതുപോലെ ഉണ്ട്. ഓപ്പണിങ്ങിലുള്ളതുകൊണ്ട് ക്ലോസിങ്ങിലുണ്ട്. പിന്നെ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ, അതിൽ ഈ തന്നിരിക്കുന്ന 10,000 എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഈ 16,000 എന്ന് പറയുന്നത് എന്തുവാണ്? ക്ലോസിംഗ് സ്റ്റോക്കുമാണ്. നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതേണ്ടതാണ്. ക്ലോസിംഗ് സ്റ്റോക്കോ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതണം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും എഴുതേണ്ടതാണ്. വാഷിംഗ് എക്യുപ്മെൻറ്റ് 40,000 ആണ് ഓപ്പണിങ്ങിലും ക്ലോസിങ്ങിലും. അപ്പോൾ വാഷിംഗ് എക്യുപ്മെൻറ്റിന് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ? ഡിപ്രീസിയേഷൻ ഉണ്ട് 10%. അത് അവിടെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ വിട്ടുപോകും ഡിപ്രീസിയേഷൻ എഴുതാനായിട്ട്. അവിടെ ഒരു സ്റ്റാർ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ശ്രദ്ധിക്കാം. പിന്നെ ഫർണിച്ചർ ഉണ്ട്. ഫർണിച്ചറിനും ഓപ്പണിങ്ങിലും ക്ലോസിങ്ങിലും ഒരേ വിലയാണ്. അതൊക്കെ നമുക്ക് അസറ്റ്സിൽ കാണിക്കേണ്ടതാണ്. ഈ ഡിപ്രീസിയേഷൻ, വാഷിംഗ് എക്യുപ്മെൻറ്റ് ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം കാണിക്കാൻ. നെക്സ്റ്റ് ഡിസ്കൗണ്ട് അലൗഡ് ഡ്യൂറിങ് ദ ഇയർ. ഡിസ്കൗണ്ട് അലൗഡ് ആണ്. ആർക്കാ? ഡെറ്റേഴ്സിന് ഡിസ്കൗണ്ട് അനുവദിച്ചു കൊടുത്തിരിക്കുന്നതാണ്. അത് എവിടെ പോകേണ്ട ഐറ്റമാ? ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും പോകണം. കൂടാതെ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്നത് ബിസിനസിനെ സംബന്ധിച്ചൊരു എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് ആണ് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റും ചെയ്യേണ്ടതാണ്. ഡിസ്കൗണ്ട് അലൗഡ്.
ഇനി ഡിസ്കൗണ്ട് റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ, അതായത് ക്രെഡിറ്റേഴ്സിന്റെ കയ്യിൽ നിന്നും ബിസിനസ്സിന് ഡിസ്കൗണ്ട് റിസീവ് ചെയ്തതാണ്. അതെന്ന് പറയുന്നത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും പോകേണ്ട ഐറ്റമാണ്. അപ്പൊ നമുക്ക് ചോദ്യം വായിച്ചു, ഓരോ ഐറ്റവും എന്താണെന്നും എവിടേക്കാണ് പോകേണ്ടതെന്നും മനസ്സിലാക്കി. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടുന്ന മിസ്സിംഗ് ഇൻഫോർമേഷൻസ് ആദ്യം നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കണം. അതിന് ആദ്യം നമ്മൾ കുറച്ച് ഇൻഫോർമേഷൻസ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കാം. പിന്നെ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കണം. അതിന് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കാം. പിന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കി ഓപ്പണിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ വേണമല്ലോ നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ ക്യാപിറ്റലായിട്ട് കാണിക്കാനായിട്ട്. അപ്പൊ അതും കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുക. ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു എന്തൊക്കെയാണ് ഡെറ്റേഴ്സിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ഡെബിറ്റ് സൈഡിലും ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ക്രെഡിറ്റ് സൈഡിലും. അതായത് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ്, ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് വരികയുള്ളൂ. പിന്നെ ഡെറ്റേഴ്സ് ക്യാഷ് തരുമ്പോൾ അത്രയും തുകയ്ക്ക് ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ ഡിസ്കൗണ്ട് അലൗ ചെയ്യുമ്പോഴും ഡെറ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അത്രയുമാണ് ഈ ഒരു ക്വസ്റ്റിനകത്തുള്ളൂ. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? ആ വർഷത്തെ ക്രെഡിറ്റ് സെയിലാണ്. നെക്സ്റ്റ്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുക. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ആയിരിക്കും, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് ആയിരിക്കും. പിന്നെ ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും ഡിക്രീസ് ചെയ്യിക്കുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലും കൊടുക്കുക. ഇവിടെ ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ, ഒന്ന്, ക്രെഡിറ്റർക്ക് ക്യാഷ് കൊടുക്കുമ്പോൾ അത്രയും ബാധ്യത കുറയുന്നു. പിന്നെ ക്രെഡിറ്ററിൽ നിന്നും ഡിസ്കൗണ്ട് കിട്ടുന്ന കേസ് പറയുന്നുണ്ട്, അപ്പോഴും അത്രയും ബാധ്യത എന്ത് ചെയ്യുന്നു? കുറയുന്നു. അത്രയുമാണ് ഇതിൻ്റെ അകത്തുള്ളൂ. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? ആ വർഷത്തെ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ദെൻ ഇനി നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, ഓപ്പണിംഗിലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും കൂടി തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഏതാണ്? ഓപ്പണിംഗിലെ അസറ്റ്സും ലയബിലിറ്റീസുമാണ്. ഓപ്പണിംഗിലെ അസറ്റ്സും ലയബിലിറ്റീസും നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? ഈ കിടക്കുന്നതാണ് ഓപ്പണിംഗിലെ അസറ്റ്സും ലയബിലിറ്റീസും. നോക്കിക്കേ, അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡെറ്റേഴ്സ് 9,000 ഉണ്ടോ? ഡെറ്റേഴ്സ് 9,000 ഉണ്ട്. പിന്നെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ ലയബിലിറ്റി ആണ് 14,400. അത് ലയബിലിറ്റി സൈഡിൽ എഴുതുന്നു. പിന്നെ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ, സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോ? 10,000. വാഷിംഗ് എക്യുപ്മെന്റ് 40,000 അസറ്റാണ്. ഫർണിച്ചർ 3,000 അതും അസറ്റാണ്. ഫർണിച്ചർ 3,000. പിന്നെ ഉള്ളത് ഓപ്പണിങ്ങിലുള്ള ക്യാഷ്, ഓപ്പണിങ്ങിലെ ക്യാഷ് ബാലൻസ്, അതും കൂടി അതിൻ്റെ അകത്ത് വരണ്ടല്ലോ. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇവിടെ നോക്കിക്കേ, സമ്മറി ഓഫ് ക്യാഷിലെ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞത് എന്താ? ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആണ് ആ വർഷത്തെ, അല്ലേ? അതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഓപ്പണിങ്ങിലെ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതല്ലേ? അത്രയും ക്യാഷും കൂടി ഉണ്ടായിരുന്നില്ലേ ഓപ്പണിങ്ങിൽ? അപ്പൊ ആ 8,000 കൂടി ഇവിടെ അസറ്റായിട്ട് കാണിക്കണം. ഇതെടുക്കാൻ വിട്ടുപോകരുത്. നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കുമ്പോൾ സമ്മറി ഓഫ് ക്യാഷിലെ ഓപ്പണിംഗ് ബാലൻസ് അതെന്ന് പറഞ്ഞാൽ എന്താണ്? ആ വർഷത്തെ നീക്കിയിരിക്കുന്ന ക്യാഷ് ആണ്. അത് 8,000. അപ്പൊ ഇത്രയുമാണ് ഉള്ളത്. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ്, ബാലൻസിങ് ഫിഗർ. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത്. ഇത് ഇപ്പൊ നമുക്ക് മിസ്സിംഗ് ഇൻഫോർമേഷൻസ് എല്ലാം ലഭ്യമായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ തയ്യാറാക്കാം. അപ്പം ബുക്ക് ഓഫ് ഫോം പ്രകാശ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് ഓൺ March 31, 2010. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ കിടക്കുന്നു? ഓപ്പണിംഗിലെ അസറ്റ്സിൽ 10,000 കിടപ്പുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക്. ദെൻ പർച്ചേസസ് എഴുതുമ്പോൾ ഇവിടെയുള്ള ക്യാഷ് പർച്ചേസും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ക്രെഡിറ്റ് പർച്ചേസിന്റെ എമൗണ്ട്, ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണ്? 14,100. അതും കൂടി ചേർത്തിട്ടുള്ള എമൗണ്ട് വേണം ഇവിടെ എഴുതാനായിട്ട്. പിന്നെ കാർട്ടേജ് ഉണ്ട്. ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ സെയിൽസ് എഴുതുമ്പോൾ ക്യാഷ് സെയിൽസ് ഇവിടെ 40,000 ഉണ്ട്. നമ്മളിവിടെ ക്രെഡിറ്റ് സെയിൽസിന്റെ എമൗണ്ട് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 34,400. അത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് എഴുതാൻ. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 16,000 ആണ്. അത് എഴുതുന്നു. ഞാൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റ് ആണ്.
നെക്സ്റ്റ് ആ ഗ്രോസ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്തിരിക്കുന്നു. പിന്നെ എല്ലാ ഇൻഡയറക്റ്റ് ഇൻകംസും അതുപോലെ തന്നെ എക്സ്പെൻസസും കൂടി നമുക്ക് എഴുതണം. എക്സ്പെൻസസ് പറഞ്ഞാൽ സൺട്രി എക്സ്പെൻസസ് ഉണ്ട്. പിന്നെ ഡിസ്കൗണ്ട് അലൗഡ്, ഇവിടെ ഡിസ്കൗണ്ട് അലൗ ചെയ്തിരിക്കുന്നത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഏതാണ്ടാണ്. അതെന്ന് പറയുന്നത് എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടതാണ്. അത് 1400 അവിടെ എഴുതണം. അപ്പൊ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ട്, അതെന്ന് പറയുന്നൊരു ഗെയിൻ ആണ്. അതെന്ത് ചെയ്യണം, നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചേക്കണം. പിന്നെ ഇവിടെ ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട് കേട്ടോ. ഡിപ്രീസിയേഷൻ വാഷിംഗ് എക്യുപ്മെന്റിന്റെ ഡിപ്രീസിയേഷൻ അതെന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. 40,000 ആണ് വാഷിംഗ് എക്യുപ്മെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അതിന്റെ 10% എന്ന് പറയുമ്പോൾ 4000. ഇത്രയുമാണ് അതിൻ്റെ അകത്ത് വരുന്ന ഐറ്റംസ്. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, നെറ്റ് പ്രോഫിറ്റ് ആണ്. ഇത് നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. അസറ്റ്സും ലയബിലിറ്റീസ് നമുക്ക് ഇവിടെ എടുക്കേണ്ടത് ക്ലോസിംഗിലെ അസറ്റ്സും ലയബിലിറ്റിയുമാണ്. ക്യാപിറ്റൽ ഒഴികെ, ക്യാപിറ്റൽ മാത്രം ഏതെടുക്കണം, ഓപ്പണിംഗ് ക്യാപിറ്റൽ വേണം നമുക്ക്. കാരണം അതിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യണം, ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഡിഡക്ട് ചെയ്യണം, എന്നിട്ടുള്ള എമൗണ്ട് വേണം നമുക്ക് എമൗണ്ട് കോളത്തിൽ എഴുതാൻ. അപ്പോൾ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മളിവിടെ കണ്ടുപിടിച്ചത് എന്തിനാ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 55,600 ഈ ക്യാപിറ്റലിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 55,600 അതിൻ്റെ കൂടെ നമ്മൾ ഈ കണ്ടുപിടിച്ച നെറ്റ് പ്രോഫിറ്റ് 40,600 ആഡ് ചെയ്യുന്നു. പിന്നെ ഇതാ ഇവിടെ ഒരു ഡ്രോയിങ്സ് 8,000 ഉണ്ട്. ഡ്രോയിങ്സ് എപ്പോഴും നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഡിഡക്ട് ചെയ്യണം. അതിന് ശേഷമുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. പിന്നെ ഇവിടെ ഒരു ലയബിലിറ്റി കിടപ്പുണ്ട്, ക്രെഡിറ്റേഴ്സ് ഏതാണ്, 6,800. ഏതാ ഈ ക്ലോസിംഗിലെ വാല്യൂ വേണം നോക്കാം കേട്ടോ. ക്ലോസിംഗിലെ ക്രെഡിറ്ററുടെ എമൗണ്ട് 6,800 അതും. പിന്നെ അസറ്റ് സൈഡിൽ എഴുതുമ്പോൾ വാഷിംഗ് എക്യുപ്മെന്റ് 40,000 ആണ് ക്ലോസിംഗിലും വാല്യൂ. അതിന്റെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിൽ എഴുതാനായിട്ട്. പിന്നെ ഫർണിച്ചറിന് ക്ലോസിംഗിൽ 3,000 ആണ്, അത് തന്നെ ഇവിടെ. സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വില എന്ന് പറഞ്ഞാൽ ഇവിടെ 16,000 ആണ്. ക്ലോസിംഗിലെ വേണം നോക്കാൻ, ഇവിടുത്തെ എഴുതിയെന്നാൽ തെറ്റിപ്പോവും. പിന്നെ ഡെറ്റേഴ്സ് 12,000, ക്ലോസിംഗിലെ വേണം 12,000. നമ്മൾ ഫൈനൽ ബാലൻസ് ഷീറ്റ് അല്ലേ തയ്യാറാക്കുന്നത്, അപ്പോൾ എല്ലാം ക്ലോസിംഗിലെ അസറ്റ്സിന്റെ ലയബിലിറ്റീസിന്റെ വാല്യൂ വേണം നോക്കാൻ. പിന്നെ നമുക്ക് വിട്ടുപോകാതെ എഴുതേണ്ട ഒരു ഐറ്റം ഏതാണ്, ക്ലോസിംഗിലെ ക്യാഷ് ബാലൻസ്. അപ്പൊ അത് എവിടെ നിന്നാണ് കിട്ടുന്നത്, നമ്മുടെ സമ്മറി ഓഫ് ക്യാഷിൽ കിടപ്പുണ്ട് കണ്ടോ. ഇവിടെ കിടക്കുന്ന ഈ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് വരുന്നത് ആ വർഷം അവസാനം മിച്ചം നീക്കിയിരിക്കുന്ന ക്യാഷ് ബാലൻസ് ആണ്. അതെന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് ആണ്. അതുകൂടി അസറ്റ് സൈഡിൽ എഴുതുക. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ഷീറ്റ് ടാലി ആവും. അപ്പൊ ഇങ്ങനെയാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്നും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.